കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത. രാക്ഷസാന്തകം. നമ്മളെ ബ്രഹ്മാവ് രാവണന് വരം കൊടുത്തു കഴിഞ്ഞ് പിന്നെ വിഭീഷണനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. 16ാമത്തെ ശ്ലോകം 2ാം സർഗം ഉത്തരരാമായണത്തിലത്തെ അല്ലേ. അപ്പോൾ 17 വായിക്കാം. വിഭീഷണത്വയാ വത്സകൃതം ധർമാർത്ഥമുത്തമം തപസ്തതോ വരം വത്സ വൃണീഷാഭിമതം ഹിതം. വത്സ വിഭീഷണ, ഹേ വിഭീഷണ, ത്വയ നിന്നാൽ, ധർമാർത്ഥം ധർമ്മത്തിനായിക്കൊണ്ട്, ഉത്തമം തപഃ കൃതം, നീ ധർമ്മ ആണ്, നിനക്ക് ധർമ്മം ആചരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ടാണ് നീ ഉത്തമമായിട്ടുള്ള ഈ തപസ് അനുഷ്ഠിച്ചത്. തഥാ അതുകൊണ്ട് അഭിമതം ഹിതം വരം, നിനക്ക് ആഗ്രഹിക്കുന്ന ആ നന്മയായ വരത്തെ, അതായത് ആ ധർമ്മം നിനക്ക് ധർമ്മിഷ്ഠനാവട്ടെ എന്ന വരത്തെ വൃണീഷ്വ വരിച്ചാലും. അപ്പം എന്താ പറഞ്ഞാൽ വിഭീഷണൻ പിന്നെ അങ്ങനെ ലോകം മുഴുവൻ പിടിച്ചെടുക്കണം എന്നുള്ള നിലയ്ക്ക് അതൊന്നും പ്രാർത്ഥിച്ചിട്ടല്ല ഭഗവാനെ പ്രാർത്ഥിച്ചതേ. എന്താണ് വിഭീഷണ, ധർമ്മം ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ധർമ്മം മാത്രം ചെയ്യാനുള്ള ബുദ്ധി നൽകാനായിക്കൊണ്ട്, ധർമ്മിഷ്ഠനാവാനായിക്കൊണ്ട് ഉത്തമമായ തപസ് നീ ചെയ്തു. അതുകൊണ്ട് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന ആ നന്മയേറിയ വരം വരിച്ചു കൊള്ളുക. ധർമ്മത്തിനനുസരിച്ചായിട്ട് ജീവിക്കാനുള്ളത്. അപ്പോൾ വിഭീഷണ ത്വയാ വത്സാകൃതം ധർമാർത്ഥമുത്തമം, ധർമ്മത്തിൽ അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള തപസ്സാണ് ചെയ്തതേ, ധർമ്മിഷ്ഠനാവണേന്ന്. തപസ്തതോ വരം വത്സ വൃണീഷ്വ അഭിമതം ഹിതം ചോദിച്ചാണല്ലോ കൊടുക്കുക. ബ്രഹ്മാവ് ആ വരം കൊടുത്തു. വിഭീഷണോപി തം നത്വാ പ്രാഞ്ജലിർവാക്യമബ്രവീത് ദേവമേ സർവദാ ബുദ്ധിർ ധർമ്മേ തിഷ്ഠതു ശാശ്വതി. 19ാമത്തെ ഒരു വരി കേട്ടോ. മാ രോചയത്വധർമ്മ മേ ബുദ്ധി സർവത്ര സർവദാ. വിഭീഷണം തം നത്വ ബ്രഹ്മാവിനെ നമസ്കരിച്ചിട്ട് പ്രാഞ്ജലിം കൈകൂപ്പി നിന്നിട്ട് വാക്യം അബ്രവീത്, ഈ വാക്യത്തെ പറഞ്ഞു. ദേവാ, ഹേ ദേവ, സർവദാ മേ ബുദ്ധി, എല്ലായ്പ്പോഴും എൻ്റെ ബുദ്ധി, ധർമ്മേ ശാശ്വതി തിഷ്ഠതു, ധർമ്മത്തിൽ ഇളക്കമില്ലാതിരിക്കട്ടെ എൻ്റെ ബുദ്ധി. അധർമ്മമായ സർവത്തിലും സർവദാ ഒരു കാലത്തും മേ ബുദ്ധി, എൻ്റെ ബുദ്ധി, മാ രോചയതു, ഒരിക്കലും പ്രവേശിക്കരുത്, അല്ലെങ്കിൽ ഞാൻ അധർമ്മത്തിൽ സന്തോഷം കാണരുത്. എന്താ പറഞ്ഞാൽ വിഭീഷണം വരം നൽകിയപ്പോൾ ബ്രഹ്മാവിനെ നമസ്കരിച്ചിട്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അല്ലയോ ദേവ, എൻ്റെ ബുദ്ധി ധർമ്മത്തിൽ ഇളക്കമില്ലാത്തതായിട്ട് എപ്പോഴും ഇരിക്കട്ടെ, അധർമ്മമായ യാതൊന്നിലും ഒരു കാലത്തും എൻ്റെ ബുദ്ധി ചലിക്കാതിരിക്കട്ടെ എന്നാണ് അങ്ങടും പറഞ്ഞു. അതാണല്ലോ പ്രാർത്ഥന. വിഭീഷണോപി തം നത്വാ പ്രാഞ്ജലിർവാക്യമബ്രവീത് ദേവമേ സർവദാ ബുദ്ധിർ ധർമ്മേ തിഷ്ഠതു ശാശ്വതി. മാ രോചയത്വധർമ്മേ മേ ബുദ്ധി സർവത്ര സർവദാ. തത പ്രജാപതി പ്രീതോ വിഭീഷണമഥാബ്രവീത്. 20 വത്സത്വം ധർമ്മശീലോസി തഥൈവ ച ഭവിഷ്യസി അയാചിതോപി തേ ദാസ്യേ യമരത്വം വിഭീഷണ. ചോദിക്കാത്തതും കൂടി കൊടുക്കും ഭഗവാൻ. അപ്പോൾ എന്താണ് ബ്രഹ്മാവ് തഥപ്രീത പ്രജാപതി, അനന്തരം വളരെ പ്രീതനായ ബ്രഹ്മാവ് വിഭീഷണനോട് അധ അബ്രവീത്, എന്താ അനന്തരം അതിനുശേഷം പറഞ്ഞു, വത്സാത്വം ധർമ്മശീല അസി, നീയ് നല്ല ധർമ്മിഷ്ഠനാകുന്നു. തഥാ ഏവ ഭവിഷ്യസി, അപ്രകാരം തന്നെ നീ ധർമ്മിഷ്ഠനായി തന്നെ ഇരിക്കും. അയാചിത അഭി, നീ യാചിച്ചില്ലെങ്കിലും വിഭീഷണ, ഹേ വിഭീഷണ, അമരത്വം, അതായത് നിനക്ക് മരണം ഇല്ലായ്മ, അമരത്വം ചെന്താ മരണം ഇല്ലാത്ത അവസ്ഥ, തേ ദാസി, നിനക്കു ഞാൻ നൽകുന്നേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വിഭീഷണൻ്റെ വാക്ക് കേട്ടപ്പോൾ
വളരെ പ്രീതനായിട്ടുള്ള ബ്രഹ്മാവ് വിഭീഷണനോട് പറഞ്ഞു, വത്സ, നീയ് ധർമ്മിഷ്ഠൻ തന്നെ, ധർമ്മ സ്വഭാവം ഉള്ള ആൾ തന്നെയാണ്. മേലിലും നീയ് അങ്ങനെ ധർമ്മിഷ്ഠനായി തന്നെ വർത്തിക്കട്ടെ. നീ എന്നോട് ചോദിക്കാതെ തന്നെ ഞാൻ നിനക്ക് മരണമില്ലായ്മ എന്ന വരം, അമരത്വം, മരണമില്ലായ്മ എന്ന അവസ്ഥയെ ഞാൻ നിനക്ക് നൽകുന്നു. മരണമില്ല ആ അവസ്ഥ കൊടുത്തു. അത് ചോദിച്ചിട്ടുമില്ല, ചോദിക്കാതെ തന്നെ അത് കൊടുത്തു. ഇനിയും നമുക്ക് 21ഉം 22ഉം കൂടിയിട്ടാണ് കേട്ടോ. കുംഭകർണമഥോവാച വരം വരയ സുവ്രത വാണ്യവ്യാപ്തോഥ തം പ്രാഹ കുംഭകർണ പിതാമഹം സ്വപ്സ്യാമി ദേവ ഷണ്മാസാൻ ദിനമേകം ദുഭോജനം ഏവമസ്തുതി തം പ്രാഹ ബ്രഹ്മാ ദൃഷ്ട്വാദിബൗകസ സരസ്വതീ ച തദ്വക്ത്രാൻ നിർഗതാ പ്രേയൗ ദിവം. അഥ കുംഭകർണമുവാച, അതിനുശേഷം കുംഭകർണനോട് പറഞ്ഞു, സുവ്രത, വരം വരയ. ഹേ, ഒരുപാട് വ്രതമനുഷ്ഠിച്ച ആളല്ലേ നീ, വ്രതമനുഷ്ഠിച്ച സുവ്രത, നീ വരം വരിച്ചോളൂ. വാണിദേവിയാൽ, സരസ്വതിയാൽ വ്യാപ്ത, സരസ്വതി ദേവിയാൽ ഇൻഫ്ലുവൻസായി ബാധിക്കപ്പെട്ടവനായിട്ട് കുംഭകർണൻ തം പിതാമഹം പ്രാഹ, ആ പിതാമഹനോടച്ച ബ്രഹ്മാവിനോട് പറഞ്ഞു, എല്ലാവരുടെയും മുത്തശ്ശനാണല്ലോ. ദേവ ഷണ്മാസാൻ സ്വപ്സ്യാമി, ഹേ ദേവ, 6 മാസം ഉറങ്ങണം. ഏകം ദിനം തു ഭോജനം, ഒരു ദിവസം വേണം എനിക്ക് ഭക്ഷണത്തിന്. 6 മാസം ഉറങ്ങണം, ഒരു ദിവസം ഭക്ഷണം. ഏവം അസ്തു ഇതി, അങ്ങനെ ഭവിക്കട്ടെ എന്ന് ദിവൗകസഹ ദൃഷ്ട്വ, ദേവന്മാരെ ദർശിച്ചിട്ട് ബ്രഹ്മാ തം പ്രാഹ, ബ്രഹ്മാവിനോട് പറഞ്ഞു. സരസ്വതീച്ച, സരസ്വതിയും തദ്വക്ത്രാവ്, അവൻ്റെ മുഖത്തിൽ നിന്ന് നിർഗത, പുറപ്പെട്ടവളായിട്ട് ദിവം പ്രയവും, സ്വർഗത്തെ യാനം ചെയ്തു. എന്താണ് പിന്നെ കുംഭകർണൻ ഉണ്ടായത്? പിന്നെ അതായത് ഇവർക്ക് 2 ആൾക്കും വരം കൊടുത്തപ്പോൾ പിന്നെ ബ്രഹ്മാവ് കുംഭകർണനോട് പറഞ്ഞു, ഹേ സുവ്രത, വരം വരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വാണിദേവി സരസ്വതി കുംഭകർണൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അത് നിമിത്തം കുംഭകർണൻ താൻ വിചാരിച്ചതല്ല, തെറ്റിപ്പോയി. സരസ്വതി ദേവി ആ വാക്കിനെ തെറ്റിച്ചു. എന്നിട്ട് താൻ വിചാരിച്ചതല്ല കുംഭകർണന് എന്താ വിചാരിച്ച മനസ്സരിച്ച് അതല്ലാതെ ബ്രഹ്മാവിനോട് അപേക്ഷിച്ചു, ഹേ ദേവ, 6 മാസം കാലം ഉറക്കവും 1 ദിവസം ഭക്ഷണവും ഉണ്ടാകണം എന്ന് പറഞ്ഞു. അങ്ങനെ ആവട്ടെ എന്ന് ദേവന്മാരെ നോക്കിക്കൊണ്ട് ബ്രഹ്മാവ് കുംഭകർണനോട് പറഞ്ഞു. സരസ്വതി ദേവി കുംഭകർണൻ്റെ മുഖത്തിൽ നിന്ന് ഇറങ്ങി സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. അതാണ് സരസ്വതി ദേവി നാവുമ്പിൽ വന്ന് ഇരുന്നു, അതാണ് പറ്റിയത്. അപ്പം ശരിക്ക് പറയാച്ചാൽ 6 മാസത്തിൽ 1 ദിവസം ഉറങ്ങിയാലും മതി, ശരിക്ക് പോരെ കുംഭകർണന്. അങ്ങനെയല്ല, 6 മാസം മുഴുവൻ ഉറങ്ങിയിട്ട് 1 ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നീക്കുക, പിന്നെ ആദ്യം 6 മാസം ഉറങ്ങുക. അങ്ങനെ ഒരു വരം വേണമെന്നാണ് സരസ്വതി ദേവി പറയിപ്പിച്ചത്. അതങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. തഥാസ്തു എന്ന് ബ്രഹ്മാവ് പറഞ്ഞു, വരം ഫലിച്ചു. കുംഭകർണമഥോവാച വരം വരയ സുവ്രത വാണ്യവ്യാപ്തോഥ തം പ്രാഹ, ദേവന്മാരെ അയച്ചതാ സരസ്വതിയെ. കുംഭകർണ പിതാമഹം സ്വപ്സ്യാമി ദേവ ഷണ്മാസാൻ ദിനമേകം ദുഭോജനം ഏവമസ്ത്വിതി ത്വം പ്രാഹ തം പ്രാഹ ബ്രഹ്മാ ദൃഷ്ട്വാദിബൗകസാ സരസ്വതീ ച തദ്വക്ത്രാൻ നിർഗതാ പ്രേയോ ദിവം. സരസ്വതിയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. കുംഭകർണസ്തു ദുഷ്ടാത്മാ ചിന്തയാമാസ ദുഃഖിത അനഭിപ്രദമേവാസ്യാൽ കിം നിർഗതമഹോ വിധി. ദുഷ്ടാത്മാ കുംഭകർണ, ദുഷ്ടബുദ്ധിയായിട്ടുള്ള കുംഭകർണൻ ദുഃഖിതനായിട്ട് ചിന്തയാമാസ, ആലോചിച്ചു. ആസ്യാത്, മുഖത്തിൽ നിന്ന് അനഭിപ്രേതം ഏവ, ഞാൻ അറിയാതെ തന്നെ നിർഗതം, വീണു പോയ വിധി. അഹോ, അല്ല, ഞാൻ അറിയാതെ എൻ്റെ വായിന്ന് വീണുപോയി. അങ്ങനെ വല്ലാത്തൊരു വിധി. അഹോ, അദൃഷ്ടം, ആർക്കും പറയാൻ വയ്യലോ വിധി എന്താന്ന്. ആ വിധി കാരണം എനിക്ക് പറയാൻ വിചാരിച്ചതല്ല പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞു പോയി, വാക്ക് വീണുപോയി. അപ്പോൾ സരസ്വതി ദേവി മുഖത്തിൽ നിന്ന് പോയപ്പോൾ ഈ കുംഭകർണൻ ബ്രഹ്മാവിനോട് വരം ചോദിച്ചതിനെ കുറിച്ചിട്ട് ദുഃഖം കൊണ്ട് ദുഃഖിച്ചു. എന്നിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു. കഷ്ടം, ഞാൻ വിചാരിക്കാത്തതാണ്, ഞാൻ പറയണമെന്ന് വിചാരിക്കാത്ത വാക്കുകളാണ് എൻ്റെ മുഖത്തുനിന്ന് പുറപ്പെട്ടത്.
വല്ലാത്തൊരു ആ ഒരു അദൃഷ്ടശക്തി, വിധി, ആശ്ചര്യം തന്നെ എന്ന് വിചാരിച്ചു. കുംഭകർണസ്തു ദുഷ്ടാത്മാ ചിന്തയാമാസ ദുഃഖിത അനഭിപ്രതമേവാസ്യാൽ കിം. അനഭിപ്രേതം എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടോ? വിചാരിക്കാത്തതാണ്. അനഭിപ്രേതം, അനഭിപ്രതല്ല, അനഭിപ്രേതമേവാസ്യാൽ കിം നിർഗതമഹോവിധി. അനഭിപ്രേതം വെച്ചാൽ നമ്മൾ ശരിക്കും പറയണമെന്ന് വിചാരിക്കാത്തതെന്നർത്ഥം. മനസ്സിൽ വിചാരിക്കാത്തതാണ് പറഞ്ഞത്. അനഭിപ്രേതമേവാസ്യാൽ കിം നിർഗതമഹോവിധി. 24 സുമാലീവരലബ്ധാംസ്താൻ ജ്ഞാത്വാ പൗത്രാൻ നിശാചരാൻ പാതാളാൻ നിർഭയപ്രായാൽ പ്രഹസ്താദിഭിരന്വിത ദശഗ്രീവം പരിഷ്വജ്യ വചനം ചേതമബ്രവീദ്. താൻ പൗത്രാൻ നിശാചരാൻ, അതായത് തൻ്റെ പുത്രിയായിട്ടുള്ള കൈകസിയുടെ പുത്രന്മാരായ ആ രാക്ഷസന്മാരെ, സുമാലിയുടെ മകളാണല്ലോ കൈകസി, കൈകസിയുടെ മക്കളാണല്ലോ ഇപ്പോൾ രാവണനും കുംഭകർണനും വിഭീഷണനും. അതാണ് പറഞ്ഞത് താൻ പൗത്രാൻ. അപ്പം സുമാലിയുടെ മക്കളെ പേരക്കുട്ടികളായി, പൗത്രന്മാരായി. തൻ്റെ പുത്രിയുടെ പുത്രന്മാർ, കൈകസിയുടെ പുത്രന്മാരായ, തൻ്റെ പുത്രിയായ കൈകസിയുടെ പുത്രന്മാരായ ആ രാക്ഷസന്മാരെ വരലബ്ധാൻ ജ്ഞാത്വ, അവർക്ക് വരം ലഭിച്ചു എന്നറിഞ്ഞിട്ട് സുമാലി നിർഭയ, ഒരു പേടിയില്ലാതെ, ഭയം ഇല്ലാത്തവനായിട്ട്, പ്രഹസ്താദിഭി അന്വിത, പ്രഹസ്തൻ മുതലായവരോട് കൂടിയവനായിട്ട്, പാതാളത്തിൽ നിന്ന് പ്രായാൻ. ഇനി ആരും പേടിക്കണ്ട. പിന്നെ പേരക്കുട്ടികൾ അത്ര ശക്തന്മാരല്ലേ, രാവണൻ മാത്രം മതി, രാവണൻ അത്ര ശക്തനാണ്, ഇനി പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ വിചാരിച്ച പാതാളത്തിൽ നിന്ന് പുറപ്പെട്ടു. ദശഗ്രീവം പരിശോധിച്ച രാവണനെ ആലിംഗനം ചെയ്തു. സന്തോഷമായി, നീ ഇങ്ങനെയൊക്കെ വരം മേടിച്ചുല്ലോ. ഒരാൾക്കും കൊല്ലാൻ പറ്റില്ല, ദേവന്മാർക്ക് പറ്റില്ല, ഒരാൾക്കും കൊല്ലാൻ പറ്റില്ല എക്സെപ്റ്റ് മനുഷ്യന്. മനുഷ്യൻ തുല്യമല്ലാത്തതുകൊണ്ട് മനുഷ്യന് പറ്റില്ല എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം. ഇതം വചനം അബ്രവീദ് ച, ഈ വചനത്തെ പറഞ്ഞു. അതായത് ഈ തൻ്റെ പുത്രിയായ കൈകസിയുടെ ആ പുത്രന്മാർക്ക് വരം ലഭിച്ച സംഗതി അറിഞ്ഞിട്ട് സുമാലി പേടിയൊന്നും കൂടാതെ പ്രഹസ്തൻ മുതലായിട്ടുള്ള മറ്റ് അസുരന്മാരോടുകൂടി, രാക്ഷസന്മാരോടുകൂടി പാതാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് രാവണനെ ആലിംഗനം ചെയ്ത ശേഷം രാവണനോട് സുമാലി, അതായത് രാവണൻ്റെ മുത്തശ്ശൻ, അമ്മയുടെ അച്ഛൻ, പിന്നെ ചെയ്ത ശേഷം ഇങ്ങനെ പറഞ്ഞു. എന്താ? അതാണ് ഞാൻ അടുത്തത് കേട്ടോ. സുമാലി വരലബ്ധാം സ്ഥാൻ ജ്ഞാത്വാ പൗത്രാൻ നിശാചരാൻ പാതാളാ നിർഭയ പ്രായാൽ പ്രഹസ്താദിഭിരന്വിത ദശഗ്രീവം പരിഷ്വജ്യ വചനം ചേതമബ്രവീദ്. ദിഷ്ട്യാ തേ പുത്ര സംവൃത്തോ വാഞ്ചിതോ മേ മനോരഥ യദ്ഭയാച്ച വയം ലങ്കാം ത്യക്ത്വാ യാതാരസാതലം തദ്ഗതം നോ മഹാബാഹോ മഹദ്വിഷ്ണുകൃതം ഭയം. മേ വാഞ്ചിത മനോരഥ, ഞാൻ ആഗ്രഹിച്ച ആ എന്താ പറയുക, എൻ്റെ സ്വപ്നം, പുത്ര, ഹേ അല്ലയോ രാവണനോട് പറയണ, ഹേ പൗത്രനാണ് മകളുടെ മകൻ, ദിഷ്ട്യാതേ സംവൃത്ത, അല്ലെങ്കിൽ ദൗഹിത്രനാണ്, പൗത്രനല്ല, മകൻ്റെ മകനാണ് പൗത്രൻ, ദൗഹിത്രനാണ്. ദിഷ്ട്യാതേ സംവൃത്ത, ഭാഗ്യത്താൽ നിനക്ക് സാധിച്ചു, എൻ്റെ മനസ്സിലെ സ്വപ്നം നീ സാധിപ്പിച്ചു. യദ്ഭയാൽ, ഏതൊരുവനിൽ നിന്നുള്ള ഭയത്താൽ, വയം ഞങ്ങൾ, ലങ്കാം ത്യക്ത്വ, ഞങ്ങൾ ആരെ പേടിച്ചിട്ടാണ് ലങ്കയെ തെച്ചിട്ട് രസാതലം യാത, അതായത് പാതാളത്തിലേക്ക് പോയത്? വിഷ്ണുകൃതം തദ് മഹദ് ന ഭയം, വിഷ്ണുവിനാൽ ചെയ്യപ്പെട്ട ആ ഭയം ഇനിയില്ല. മഹാബാഹോ ഹേ വീര, ഗതം പോയിന്ന്. എന്താ പറഞ്ഞ? ഹേ രാവണ, അല്ലെങ്കിൽ എന്താണ്, ദൗഹിത്രനാണല്ലോ, ഹേ രാവണ, ഞാൻ ആഗ്രഹിച്ച ആ മനോരഥം ഭാഗ്യത്താൽ നിനക്ക് നീ സാധിച്ചിരിക്കണു. എൻ്റെ ആ സ്വപ്നം നീ സഫലീകൃതമാക്കിയിരിക്കണു. യാതൊരുവനിൽ നിന്നുള്ള ഭയം കൊണ്ടാണ് ഞങ്ങൾ ലങ്ക ഉപേക്ഷിച്ചിപ്പോൾ രസാതലത്തിൽ പാതാളത്തിൽ ചെന്ന് വസിക്കണത്. ആ വിഷ്ണുവിൽ നിന്നുണ്ടായ ആ ഭയം, ഹേ വീര, നീ നിമിത്തം ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇനി വിഷ്ണുവിനെ ഭയമേ ഇല്ല. ദേവന്മാരാൽ കൊല്ലപ്പെടാൻ പറ്റില്ല പറഞ്ഞില്ലേ? അപ്പോൾ ഇനി വിഷ്ണുവിനെ മേടിച്ചിട്ടാണ് ഞങ്ങൾ രസാതലത്തിലേക്ക് പോയത്. നീ ഇങ്ങനൊരു വരം നീ ലഭിച്ച കാരണം എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇനി വിഷ്ണുവിനെ ഭയന്നിട്ട് ഞങ്ങളൊക്കെ എങ്കിലും ഓടിപ്പോണ്ട, ലങ്കയിലേക്ക് തിരിച്ചു പോവാമെന്ന് പറയാണ്. സുമാലി, രാവണൻ്റെ മുത്തശ്ശൻ. അപ്പോൾ നമുക്ക്
നോക്കാം. ദൃഷ്ട്യാ തേ പുത്ര സംവൃത്തോ വാഞ്ചിതോ മേ മനോരഥ യദ്ഭയാച്ച വയം ലങ്കാം ത്യക്ത്വാ യാതാരസാതലം തദ്ഗതം നോ മഹാബാഹോ മഹദ് വിഷ്ണുകൃതം ഭയം. ഇനി വിഷ്ണുവിനെ പേടിക്കാനില്ലല്ലോ എന്ന് പറയാണ്. ഇനി എത്രാമത്തെ? അപ്പോൾ 25 കഴിഞ്ഞു അല്ലേ? അപ്പോൾ 26 ഒരു വരി മറ്റേ തന്നെ കേട്ടോ. അസ്മാഭി പൂർവമുഷിത ലങ്കേയം ധനദേന തേ ഭ്രാത്രാക്രാന്തമിദാനീം ത്വം പ്രത്യാനേതുമിഹാർഹസി സാമ്നാവാധബലേനാപി രാജ്ഞാം ബന്ധുകൃത സുഹൃദ്. അസ്മാഭി മീൻസ് ഞങ്ങളാൽ, പൂർവം ഇയം ലങ്ക ഉഷിത പണ്ട് ഈ ലങ്കയിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ത്രേ ഭാത്ര ധനദേന നിന്റെ സഹോദരനായ, അതായത് ശരിക്ക് സ്റ്റെപ്പ് ബ്രദറാണ്, നിന്റെ സഹോദരനായ കുബേരനാൽ ഇതാനും ആക്രാന്താം ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നതിനെ, കുബേരൻ്റെ സ്വന്താക്കി. ഇപ്പോൾ കുബേരൻ ലങ്കൈ, അത് കുബേരൻ്റെയും രാവണൻ്റെയും അച്ഛനൊന്നാണേ, വിശ്രവസാണല്ലോ. സാംന വാ അല്ല അതെ വിശ്രവസാണല്ലോ. സാംന വാ സാമം കൊണ്ടോ, അഥ ബലേന അഭി അല്ലെങ്കിൽ ബലം കൊണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും നന്നായിട്ട് പറഞ്ഞിട്ട് ഒരു സന്ധിയായിട്ട് സമ്മതിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് പറഞ്ഞ് സമ്മതിച്ചിട്ടോ, അല്ല അങ്ങനെ സമ്മതിക്കില്ല, വാക്കുകൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ബലം പ്രയോഗിച്ചിട്ടോ, പ്രത്യാനേതും തിരികെ നമുക്ക് ആ ലങ്ക തിരിച്ചു പിടിക്കണം. ത്വം ഇഹ അർഹസി നീ ഇപ്പോൾ അതിന് അർഹനാണ്. അതായത് പിന്നെ വൈശ്രവണൻ്റെ എന്ന് അല്ലെങ്കിൽ കുബേരൻ്റെ എന്ന് ലങ്ക തിരിച്ചു പിടിക്കണം എന്ന്. രാജാക്കന്മാർക്ക് ബന്ധു സുഹൃത്ത് കുത, ബന്ധുവോ സുഹൃത്തോ എവിടെ? അതായത് അവനവൻ്റെ കാര്യം വരുമ്പോൾ ബന്ധു സുഹൃത്ത് നോക്കണ്ട, രാജ്യം തിരിച്ചു പിടിക്കണം എന്ന്. അതായത് ബന്ധുവാണോ കുബേരൻ എന്ന് വിചാരിച്ചിട്ട് അത് തിരിച്ചു പിടിക്കാതിരിക്കരുത് പറയുക. അതാണ് പണ്ട് ഈ ലങ്കയിൽ ഞങ്ങളാണ് വസിച്ചിരുന്നത്. സുമാരി പറഞ്ഞു കൊടുക്കുക മുത്തശ്ശൻ. ആ വഴിക്ക് ആ രാജ്യം ശരിക്കും നിനക്ക് കിട്ടുന്നതാണ്. എൻ്റെ മകളുടെ മകനല്ലേ നീയെ, അപ്പോൾ ഞങ്ങളുടെ ആയിരുന്നു ഈ ലങ്ക. അപ്പോൾ പിന്നെ ശരിക്ക് വിധിപ്രകാരം നിനക്ക് കിട്ടേണ്ടതാണ് ഈ ലങ്ക രാജ്യം. ആ വഴിക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ രാജ്യം നിന്റെ സ്വത്താണ്. നിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള കുബേരൻ ഇപ്പോൾ അവിടെ അത് കീഴടക്കി താമസിക്കുകയാണ്. ആ രാജ്യത്തെ ഒന്നുകിൽ നല്ല വാക്ക് പറഞ്ഞ് കുബേരനെ സമ്മതിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ബലം കൊണ്ടോ തിരിച്ചെടുക്കാൻ നീ അർഹനാണ്. രാജാക്കന്മാർ ബന്ധുക്കളോ സുഹൃത്തുക്കളോ എന്നൊന്നും നോക്കാറില്ല. അതായത് അവരോട് യുദ്ധം ചെയ്തിട്ട് തോൽപ്പിച്ചിട്ട് വേണം രാജ്യം കീഴടക്കാൻ വെച്ചാൽ അങ്ങനെ ചെയ്യണം. ബന്ധുവാണെങ്കിൽ സുഹൃത്താണോന്നും ക്ഷത്രിയന്മാർക്ക് നോക്കരുത്, രാജാക്കന്മാർ നോക്കരുത്. രാജാക്കന്മാർ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ സ്വന്തമാണെന്ന് വിചാരിച്ചൊന്നും ചെയ്യാണ്ടിരിക്കാൻ പാടില്ല. സ്വന്തമാണെങ്കിലും യുദ്ധം ചെയ്ത് ചിലപ്പോൾ തിരിച്ചു പിടിക്കുകയൊക്കെ വേണ്ടിയും. അതുകൊണ്ട് നീയെ കുബേരനെന്ന ലങ്ക തിരിച്ചു മേടിക്കണം. ഒന്നെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട്, അല്ലാച്ചാൽ ബലം പ്രയോഗിച്ചിട്ട് എന്ന് പറയാം. ബലം പ്രയോഗിക്കാൻ വിഷമമില്ല, കാരണം അത്ര ബലവാനായി. ഇപ്പോൾ രാവണനെ ആർക്കും എതിർക്കാൻ പറ്റാത്ത വരം കിട്ടിയല്ലോ. ഇപ്പോൾ ആരാലും വധിക്കപ്പെടില്ല എന്നുള്ള വരം കിട്ടി, എക്സെപ്റ്റ് മനുഷ്യൻ അല്ലേ. അസ്മാഭിപൂർവമുഷിത ലങ്കേയം ധനദേന തേ ഭ്രാത്രാക്രാന്തമിദാനീം ത്വം പ്രത്യാനേതുമിഹാർഹസി സാമ്നാവാധബലേനാഭിരാജ്ഞാം ബന്ധുകൃതം സുഹൃദ്. അപ്പോൾ ബന്ധു സുഹൃത്തം നോക്കണ്ട, അത് തിരിച്ചു പിടിച്ചോളൂ പറഞ്ഞാണ്. ഇത്യുക്തോ രാവണപ്രാഹ നാർഹസ്യേവം പ്രഭാഷിതും വിത്തേശോ ഗുരുരസ്മാകമേവം ശ്രുത്വാ തം അബ്രവീദ് പ്രഹസ്തപ്രസിദ്ധം വാക്യം രാവണം ദശകന്ധരം. ഇതി ഉക്ത രാവണ ഇപ്രകാരം പറയപ്പെട്ട, സുമാരിയാൽ പറയപ്പെട്ട രാവണൻ പ്രാഹ പറഞ്ഞു. ഏവം പ്രഭാഷിതും ഇപ്രകാരം പറയാൻ ന അർഹസി അങ്ങ് അർഹനല്ല. വിത്തേശ കുബേരൻ, അതായത് വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരൻ, അസ്മാകം ഗുരുഹു ഞങ്ങളുടെ ഗുരുവാണ്. അങ്ങനെ പറയാൻ അങ്ങ് പറഞ്ഞത് കഷ്ടമായി, കാരണം കുബേരൻ ഞങ്ങളുടെ ഗുരുവാണ്. ഏവം ശ്രുത്വ ഇപ്രകാരം ശ്രവിച്ചിട്ട് പ്രഹസ്തൻ പ്രസിതം വാക്യം താഴ്മയോടെ ദശകന്ധരം തം രാവണൻ ദശകന്ധരനായിട്ടുള്ള രാവണനോട് പറഞ്ഞു. അതായത് സുമാലി ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണൻ പറഞ്ഞു, ഇങ്ങനെ അങ്ങന്ന് എന്നെ ഉപദേശിക്കണത് അല്ലെങ്കിൽ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയണേന് അത് ശരിയല്ല തോന്നുന്നുണ്ട്. എന്നോട് ഇങ്ങനെ കുബേരനെ യുദ്ധം ചെയ്ത് ജയിച്ച് ലങ്ക
തിരിച്ചു പിടിക്കണമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ, അത് പറയണത് ഉചിതമല്ല. കുബേരൻ ഞങ്ങളുടെ ജ്യേഷ്ഠനാണ്, പിന്നെ അല്ലേ, ജ്യേഷ്ഠനായതുകൊണ്ട് ഗുരുവിന് സമാണ് എന്ന് രാവണൻ പറഞ്ഞു. അപ്പോൾ രാവണന് കുറച്ചൊരു ബോധമൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു, കുബേരൻ ഏട്ടനല്ലേ, ജ്യേഷ്ഠനല്ലേ, അപ്പോൾ ഒരു ഗുരുവിൻ്റെ സ്ഥാനമല്ലേ, അപ്പം അങ്ങനെ എന്നോട് അത് പറഞ്ഞത് ഉചിതമല്ല എന്ന് പറഞ്ഞു. അപ്പം രാവണൻ അങ്ങനെ പറഞ്ഞപ്പോൾ പ്രഹസ്തൻ, ഈ സുമാലിയുടെയൊക്കെ മന്ത്രിയോ കൂടെയുള്ള വലിയ ബന്ധു, പ്രഹസ്തൻ്റെ കൂടെയാണ്, വലിയ ആളാണ് എന്തായാലും പ്രഹസ്തൻ, രാക്ഷസ മുഖ്യനാണ്. അപ്പം പ്രഹസ്തൻ ഇത് കേട്ടപ്പോൾ രാവണൻ ഇത് പറഞ്ഞപ്പോൾ പ്രഹസ്തൻ വിനയത്തോടു കൂടിയിട്ട് രാവണനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ഇപ്പം ഇതിൽ പറഞ്ഞത്. അതായത് രാവണന് തോന്നി സുമാലി ഉപദേശിച്ചത് ശരിയല്ല എന്ന് തോന്നി. അപ്പം അത് പറഞ്ഞു, അങ്ങനെ എൻ്റെ പിന്നെ ജ്യേഷ്ഠ സഹോദരനല്ലേ, ഗുരുവിന് സമല്ലേ എന്ന് പറഞ്ഞപ്പോൾ പ്രഹസ്തൻ പറയണത് എന്താണെന്ന് നമുക്ക് നോക്കാം. 28. ശൃണു രാവണ യത്നേന നൈവം ത്വം വക്തുമർഹസി നാധീത രാജധർമാസ്തേ നീതിശാസ്ത്രം തഥൈവ ച ശൂരാണാം ഹി സൗഭ്രാത്രം ശൃണു മേ വദത പ്രഭോ. രാവണ, ഹേ രാവണ, യത്നേന ശൃണു, ഞാൻ പറയണത് ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കൂ. യത്നേന ശൃണു വെച്ചാൽ എന്താ, എഫർട്ട് എടുത്തിട്ട് കേൾക്കാൻ, മീൻസ് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കൂ എന്ന് ചുരുക്കം. ഏവം വക്തും, ഇപ്രകാരം പറയുവാൻ ത്വം ന അർഹസി, നീ ഇങ്ങനെ പറയേണ്ട ആളല്ല. തേ, നിന്നാൽ രാജധർമ്മങ്ങൾ ന അധീത, നിനക്ക് രാജധർമ്മം ശരിക്കും അറിയാത്തോണ്ടാണ് നീ ഇങ്ങനെ പറയണം. നീതിശാസ്ത്രം ച തഥാ ഏവ, നീതിശാസ്ത്രം അങ്ങനെ തന്നെ നിനക്കറിയില്ല. ശൂരാണാം, നല്ല ശൂരന്മാർക്ക് സൗഭ്രാത്രം, സഹോദര സ്നേഹം നഹി, ഇല്ല, പാടില്ല എന്ന്. പ്രഭോ വദത മേ ശൃണു, അല്ലയോ പ്രഭു, അല്ലെങ്കിൽ രാവണനെ വിളിക്കണം, ഞാൻ ഒരു കാര്യം പറയാം, അത് എന്നിൽ നിന്ന് ശ്രദ്ധയോടെ കേട്ടാലെന്ന് പറയണം. അതെന്താ പറയണേ പ്രഹസ്തൻ? രാവണ, നല്ല വിനയമായിട്ടാണ് പറഞ്ഞ കേട്ടോ. രാവണ, ഞാനൊരു കാര്യം പറയാം, നീ മനസ്സിരുത്തി കേൾക്കൂ. നീ ഇങ്ങനെ പറയുന്നത്, അതായത് ഏട്ടനോട് യുദ്ധം ചെയ്യാൻ വയ്യാന്ന് പറയണം, അല്ലെങ്കിൽ ഏട്ടനെ നിന്ന് മേടിക്കാൻ വയ്യാന്ന് പറയണത് ധർമ്മമല്ല. രാജധർമ്മങ്ങളോ നീതിശാസ്ത്രമോ ഒന്നും നീ പഠിച്ചിട്ടില്ല. നിനക്ക് രാജധർമ്മമോ നീതിശാസ്ത്രമോ ഒന്നും അറിയില്ല. ശൂരന്മാർക്ക് സഹോദര സ്നേഹം എന്നത് കണക്കാക്കാൻ തന്നെ പാടില്ല. സഹോദര സ്നേഹമൊന്നും നിനക്ക് രാജ്യം തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ ആലോചിക്കാൻ തന്നെ പാടില്ല. സഹോദര സ്നേഹത്തിന് ശൂരന്മാരുടെ മനസ്സിൽ സഹോദര സ്നേഹത്തിന് സ്ഥാനമില്ല എന്ന് പറയാണ് പ്രഹസ്തൻ. സംഗതി, അതിന് കാരണം ഞാൻ പറയാം, കേട്ടോളൂ എന്ന് പറയാണ് കേട്ടോ. ശൃണു രാവണ യത്നേന നൈവം ത്വം വക്തുമർഹസി നാധീത രാജധർമാസ്തേ നീതിശാസ്ത്രം തഥൈവ ച, നിനക്ക് രാജധർമ്മം അറിയില്ല, നീതിശാസ്ത്രം അറിയില്ല. ശൂരാണാം നഹി സൗഭ്രാത്രം ശൃണുമേ വദത പ്രഭോ, ശൂരന്മാർക്ക് പിന്നെ സഹോദര സ്നേഹത്തിനൊന്നും ശൂരന്മാരുടെ മനസ്സിൽ സ്ഥാനമില്ല, ഞാൻ പറയാം എന്ന് പറയും. ഒരു ശ്ലോകം കൂടി ചെയ്യാം. 29. കശ്യപസ്യ സുതാദേവ രാക്ഷസാശ്ച മഹാബലാ പരസ്പരമയുധ്യന്ത ത്യക്ത്വാ സൗഹൃദമായുധൈ നൈവേദാനീന്ദനം രാജൻ വൈരം ദേവൈരനുഷ്ഠിതം. കശ്യപസ്യ സുത, കശ്യപൻ്റെ പുത്രന്മാരായ ദേവാഹ മഹാബലാഹ രാക്ഷസാഹ ച, ദേവന്മാരും മഹാബലവാന്മാരായ രാക്ഷസന്മാരും സൗഹൃദം ത്യക്ത്വ, അതായത് ദേവന്മാരും അസുരന്മാരും, അതായത് കശ്യപൻ്റെ മക്കളാണ്. കശ്യപൻ്റെയും അതിഥിയുടെയും മക്കൾ ദേവന്മാരും കശ്യപൻ്റെയും ദിതിയുടെയും മക്കൾ അസുരന്മാരുമാണ്. അപ്പോൾ ദേവന്മാരും അസുരന്മാരും ശരിക്കും ബ്രദേഴ്സാണ്, അച്ഛനൊന്നാണ്. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ പറയാണ്, കശ്യപൻ്റെ പുത്രന്മാരായ ദേവാഹ മഹാബലാഹ രാക്ഷസാഹ, ദേവന്മാരും മഹാബലവാന്മാരായ അസുരന്മാരും സൗഹൃദം ത്യക്ത്വ, സൗഹൃദത്തെ ത്യജിച്ചിട്ട് ആയുധൈഹി, ആയുധങ്ങൾ കൊണ്ട് പരസ്പരം അയുധ്യന്ത, അന്യോന്യം യുദ്ധം ചെയ്തു. എപ്പോഴും ദേവന്മാരും അസുരന്മാരും കൂടി യുദ്ധം ചെയ്യൂലോ. സോ രാജൻ, ഹേ രാജാവേ, ദേവൈഹി അനുഷ്ഠിതം വൈരം, ദേവന്മാരാൽ അനുഷ്ഠിക്കപ്പെട്ട വൈരം ഇദാനീന്തനം നായവ, ഇപ്പോൾ ഉണ്ടായതല്ല. അവരെല്ലാ കാലത്തും ദേവന്മാരും അസുരന്മാരും യുദ്ധം ചെയ്യും. അതിപ്പോൾ ഒരു പുതുമയൊന്നുമല്ല എന്ന് പറയാം. അതുകൊണ്ട് നിനക്കും ചെയ്യാമെന്നാണ്. അതായത് എന്താണ് ഇപ്പോൾ പ്രഹസ്തം പറയണത് വെച്ചാൽ, കശ്യപൻ്റെ പുത്രന്മാരായ ദേവന്മാരും അസുരന്മാരും സ്നേഹത്തെ ത്യജിച്ച് അന്യോന്യം ആയുധങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യാറുണ്ട്.
ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്, ഇനിയും ചെയ്യും എന്ന് പറയുകയാണ്. ദേവന്മാർ രാക്ഷസന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിരോധം, അതായത് ദേവന്മാർക്ക് അസുരന്മാരോടുള്ള അല്ലെങ്കിൽ രാക്ഷസന്മാരോടുള്ള വിരോധം ഇപ്പം തുടങ്ങിയതൊന്നുമല്ല. പണ്ട് കാലം മുതൽക്ക് തന്നെ അവർ അന്യോന്യം ശത്രുക്കളാണ് അല്ലെങ്കിൽ വിരോധികളാണ് എന്ന് ആണ് ഇപ്പം പ്രഹസ്തൻ പറയണത്. അതുകൊണ്ട് വൈശ്രവണൻ ദേവനാണ്, നല്ല അമ്മ രാക്ഷസിയൊന്നും അല്ലല്ലോ. അപ്പോൾ ദേവന്മാരാണ്, കുബേരൻ ധനദേവനല്ലേ, ധനാധിപനല്ലേ. അപ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു വൈരൊന്നും ഒരു പുതുമയൊന്നുമല്ല. അതുകൊണ്ട് സാരല്ല എന്ന് പറയാണ്. യുദ്ധം ചെയ്താലേ ഇത് പുതുമയൊന്നുമല്ല, പണ്ടേ ഉള്ള വൈരാണ് എന്ന് പറയാം. 29 വായിച്ച് നിർത്താം. കശ്യപസ്യ സുതാദേവ രാക്ഷസാശ്ച മഹാബലാ പരസ്പരമയുധ്യന്താ ത്യക്ത്വാ സൗഹൃദമായുധൈഃ നൈവേദാനീന്തരം രാജൻ വൈരം ദേവൈരനുഷ്ഠിതം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.